ഒരു സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നയാൾ മുന്നേ നിങ്ങളുടെ റൂഫ് അതിന് സ്യൂട്ടബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന 5 പോയിന്റ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ ഈസ് ഡയറക്ഷൻ. ഈ സോളാർ പാനൽസ് സൗത്ത് ഡയറക്ഷനിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇതിന് കാരണം പറയുന്നത് സൺറൈസ് മുതൽ സൺസെറ്റ് വരെ മാക്സിമം സൺലൈറ്റ് ഹിറ്റ് ആവുന്ന ഒരു പൊസിഷനാണ് ഈ സൗത്ത് ഡയറക്ഷനിലേക്ക് സ്ലോപ്പ് ഇടുമ്പോഴുള്ള പൊസിഷൻ. ഇനി രണ്ടാമത്തെ കാര്യം ഷാഡോ ചെക്ക്. ഇനി സോളാർ പാനൽ വെക്കാൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലത്തേക്ക് മരങ്ങളുടെ ഷെയ്ഡോ അതുപോലെ തന്നെ വാട്ടർ ടാങ്കിന്റെ ഷെയ്ഡ്, തൊട്ടടുത്തുള്ള ബിൽഡിങ്ങുകളുടെ ഷെയ്ഡ് ഇതെല്ലാം വരുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇനി അഥവാ 1 മണിക്കൂർ പോലും ഡെയിലി ഒരു ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ അത് ആനുവൽ ഔട്ട്പുട്ടിനെ നന്നായിട്ട് ബാധിക്കും. ഇനി മൂന്നാമത്തെ കാര്യം റൂഫിന്റെ സ്ട്രെങ്ത്. ഒരു സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റും സേഫസ്റ്റും കോൺക്രീറ്റ് റൂഫ് തന്നെയാണ്. ഇനി അഥവാ ഷീറ്റ് റൂഫ് ആണെങ്കിൽ അതിന് സ്പെഷ്യൽ സ്ട്രക്ചർ തന്നെ വേണം. ഇനിയിപ്പോൾ ഒരുപാട് പഴക്കമുള്ള ഷീറ്റ് റൂഫ് ആണെങ്കിൽ അതിന്റെ സ്ട്രക്ചറിന്റെ സ്ട്രെങ്ത് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമാണ് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഇനി നാലാമത്തെ കാര്യം സ്പേസ് ആൻഡ് സ്ലോപ്പ്. കേരളത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയർ വെച്ച് നോക്കുകയാണെങ്കിൽ ഐഡിയൽ സ്ലോപ്പ് 10 ഡിഗ്രി മുതൽ 15 ഡിഗ്രി വരെയാണ്. ഇനി അവിടെ ക്ലീനിങ്ങിനും മെയിൻ്റെനൻസിനും വേണ്ടി കൃത്യമായിട്ടുള്ള ഒരു സ്പേസ് നമ്മൾ കൺസിഡർ ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് ഫ്യൂച്ചറിൽ പ്രോബ്ലം വരും. ഇനി അഞ്ചാമത്തെ കാര്യം ഇലക്ട്രിക്കൽ ആക്സസ്, അതായത് ഇൻവെർട്ടർ പൊസിഷൻ, മീറ്റർ ഡിസ്റ്റൻസ്, എർത്തിങ് സ്പേസ്, ഇതെല്ലാം ഡിസൈൻ സ്റ്റേജിൽ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കണം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റൂഫ് സോളാർ പാനൽ വെക്കാൻ സൂട്ടബിൾ ആണോ അല്ലേ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി അഥവാ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അതുപോലെ തന്നെ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിലോ താഴെ കാണുന്ന നമ്പറിലേക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി.